ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ദോശേനെയും കാട്ടി എത്രയോ ചേൽക്കിയാണ് ഞാൻ മിഞ്ഞാന്ന് ചുട്ട ദോശ. അതിൻ്റെ വീഡിയോനായിട്ട് ഇതാണ് ഉമ്മ ചുട്ട ദോശ. ആസ് യൂഷ്വൽ ഇന്ന് ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോഴേക്കും ഭയങ്കര തിരക്കിട്ട പണി ഇഫ്താറിൻ്റെ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്കെപ്പോഴും ഒരു ഫ്രൂട്ട്സ് കട്ടാക്കുന്ന പണി മാത്രമേ ഉണ്ടാകുന്നത്. പിന്നെന്തെല്ലാം ഉള്ളതെന്നില്ലെങ്കിൽ പരിപ്പോടൊക്കെ ഉള്ള ഫുള്ള് മിക്സും റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ പാളിപ്പോയ ദോശേനെ രണ്ടാമത്തെ ചുട്ട് ശരിയാക്കുന്നുണ്ട്. ഈ ദോശ ഒന്നും ചുടുന്നില്ലെങ്കിൽ റോളാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ചിട്ട് റോളാക്കുന്നത്. അപ്പുറത്തെ സൈഡ് നല്ല കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. ഇതില്ലാത്ത ഒരു റമദാൻ മാസം ഇല്ലാവേ. ഇത് നമ്മളെ പേരിൽ എപ്പോഴും ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ആ കഞ്ഞി. അങ്ങനെ അതാ പരിപ്പ് വടയും എല്ലാം റെഡിയാക്കിയിട്ട് എണ്ണയ്ക്ക് ഇടുന്നുണ്ട്. റോളും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ പണി ഓരോന്നോരോന്നായിട്ട് ഫ്രൂട്ട്സ് കട്ടാക്കിയിട്ട് വെക്കുന്ന പണിയാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് പിന്നെ നല്ല ചേൽക്കയും ഞാൻ ഏറ്റെടുത്ത കൊണ്ട് പിന്നെ പറയണ്ടല്ലോ, അതിൻ്റെ ഒരു ചേല് കാണാനുണ്ടല്ലോ. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ടാക്കിയിട്ട് ടേബിളിൽ വെച്ച് അതിൻ്റെ ഒക്കെ ഈത്തപ്പഴം വെച്ച് അതിൻ്റെ അടുക്ക് അപ്പുറത്തേന്ന് നല്ല സ്പെഷ്യൽ എന്തിനാ പറയുന്നത് ഈ ഒരു അപ്പവും കൊണ്ടുവന്നിന്. അങ്ങനെ സ്നാക്സിൻ്റെ പണിയെല്ലാം ഒരു സൈഡ് ആകുമ്പോൾക്ക് പിന്നെ ഒരു സൈഡ് ജ്യൂസിൻ്റെ എല്ലാം ഉണ്ട്. ഒരു മുസമ്പി ജ്യൂസും പിന്നെ ഷമാം ജ്യൂസും. അങ്ങനെ അതും കട്ടാക്കിയിട്ട് കൊടുത്തിന്. പിന്നെ ജ്യൂസ് അടിക്കുന്ന പണി ഉമ്മാൻ്റെത്, ഞാൻ ഫുള്ള് കട്ടിങ്സ് ഓൺലി. അങ്ങനെ ജ്യൂസും റെഡി. പിന്നെ ഞാൻ ലാസ്റ്റ് ജസ്റ്റ് അവിടെ ഒരു കടല കാണുമ്പോൾ അതിലേക്ക് കുക്കുംബറും ഓണിയനും ടൊമാറ്റോ എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെച്ചിന്. അപ്പം നമ്മൾ ഇന്നത്തെ നോമ്പ് തോറ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.